നമസ്കാരം. എന്തായാലും സപ്ലൈകോ റേഷൻ കടകൾ അടച്ചുപൂട്ടുന്നതിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. റേഷൻ കടകൾ 2 ദിവസത്തിനകം അടച്ചു പൂട്ടുമായിരുന്നു. ക്രിസ്മസ് കാലത്ത് കേരളത്തിലെ എല്ലാ പൊതുവിതരണ കേന്ദ്രങ്ങളും അടച്ചിടേണ്ട അവസ്ഥ, ആ ഗതികേടിലേക്കാണ് സംസ്ഥാന സർക്കാർ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, സപ്ലൈകോ ചെന്നെത്തിയത്. പക്ഷേ തൽക്കാലത്തേക്ക് എന്തായാലും സപ്ലൈകോ രക്ഷപ്പെട്ടിരിക്കുന്നു. സപ്ലൈകോ മന്ത്രി ഇതിൻ്റെ ഈ കോൺട്രാക്ടർമാരോട്, അതായത് ഈ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന, വാഹനങ്ങളിൽ സാധനങ്ങൾ എത്തിക്കുന്ന കോൺട്രാക്ടർമാരോട് വിനീത വിധേയനായി അപേക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും കോൺട്രാക്ടർമാർ തൽക്കാലത്തേക്ക് സമരത്തിൽ നിന്ന് മാറി എന്നതാണ് അറിയുന്നത്. കാരണം അവർ വ്യാഴാഴ്ച മുതൽ സമരം തുടങ്ങി ഈ വിതരണം നിർത്തിവെക്കാൻ തീരുമാനിച്ചതാണ്. അവർക്ക് 40 കോടി രൂപയാണ് കുടിശ്ശിക കൊടുക്കാനുള്ളത്. കഴിഞ്ഞ 2-3 മാസമായിട്ട് അവർക്ക് 5 പൈസ സപ്ലൈകോയിൽ നിന്നും കൊടുക്കുന്നില്ല. എന്നാൽ അവരുടെ ലോറികളിൽ 700ഓളം ലോറികളിൽ അവരുടെ ഡീസലും കത്തിച്ച് അവർ ലോറി ഡ്രൈവർമാർക്കൊക്കെ ശമ്പളവും കൊടുത്ത് അവരിങ്ങനെ സാധനങ്ങൾ എല്ലാ റേഷൻ കടയിലും എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് 5 പൈസ നയാ പൈസ സപ്ലൈകോ കൊടുക്കുന്നുമില്ല. അപ്പോൾ 40 കോടിയോളം രൂപ കുടിശ്ശിക വന്നപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ സമരം പ്രഖ്യാപിച്ചു. കേരള ട്രാൻസ്പോർട്ട് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ എന്റെ പേരിലാണ് അവർ ഈ സമരം നടത്താൻ തീരുമാനിച്ചത്. അങ്ങനെ വാഹനങ്ങൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചു. റേഷൻ കടകൾ ക്രിസ്മസ് കാലത്ത് അടച്ചിടും എന്ന അവസ്ഥ വന്നു. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രി അപേക്ഷിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 90% കുടിശ്ശികയും 2 ആഴ്ചക്കകം നൽകാമെന്ന് മന്ത്രി ഏറ്റുപറയുകയും ചെയ്തു കോൺട്രാക്ടർമാരുടെ മുന്നിൽ. 90%, അതും ഉടനെ കൊടുക്കാമെന്നല്ല പറഞ്ഞത്, 2 ആഴ്ചക്കകം. 2 ആഴ്ച എന്ന് പറയുമ്പോൾ ക്രിസ്മസ് കാലം ഒന്ന് തട്ടി മാറി വരും, അതാണ് മന്ത്രി ഉദ്ദേശിച്ചത്. എന്തായാലും കോൺട്രാക്ടർമാർ തൽക്കാലം മന്ത്രി കേണ് വീണ് അപേക്ഷിച്ചതല്ലേ, എന്തായാലും സമ്മതിക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്. അത് ഇത് അവർ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ചില കാര്യങ്ങൾ കൂടി മന്ത്രിയോട് പറയാനുണ്ട്, അത് മന്ത്രി സമ്മതിക്കണം, എന്നാലും ഞങ്ങൾ ഇത് മന്ത്രി പറഞ്ഞ് അംഗീകാരം. മന്ത്രി കൈവിട്ട് നിൽക്കുന്നതോട് പറഞ്ഞു ശരി അംഗീകരിച്ചോളാം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് ഈ തൊഴിലാളികൾക്ക്, അതായത് ഈ ഗോഡൌണുകളിൽ നിന്നും ലോറികളിലേക്ക് സാധനങ്ങൾ കയറ്റുകയും മറ്റൊക്കെ ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്നത് കോൺട്രാക്ടർമാരാണ്. ഇപ്പോഴത്തെ സമ്പ്രദായം അനുസരിച്ച് കോൺട്രാക്ടർമാരാണ്. അപ്പോൾ ആ കോൺട്രാക്ടർമാർ കൂലി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം സപ്ലൈകോയിൽ നിന്ന് ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പൈസ തരാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അവർക്ക് കൂലി കൊടുക്കാനും കഴിയുന്നില്ല. ഈ കൂലി കൊടുക്കുന്നത് എങ്ങനെയാണ്? ക്ഷേമനിധി ബോർഡിലേക്ക്, തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് ഈ കോൺട്രാക്ടർമാർ ഈ കൂലി അടയ്ക്കുകയാണ് ചെയ്യുന്നത്, കൂലിയുടെ തുക അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടയ്ക്കുമ്പോൾ ക്ഷേമനിധി ബോർഡുകാർ പിന്നീട് ഈ തൊഴിലാളികൾക്ക് കൂലിയായിട്ട് അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ സമ്പ്രദായം. അതായത് ഈ ലോറികളിൽ കയറ്റുന്ന സാധനങ്ങൾക്ക് തൊഴിലാളികൾക്കുള്ള കൂലി കോൺട്രാക്ടർമാർ കൊടുക്കുന്നു. കോൺട്രാക്ടർമാർ നേരിട്ട് തൊഴിലാളികൾക്ക് കൊടുക്കുന്നില്ല, അവർ ക്ഷേമനിധി ബോർഡിലേക്ക് പണം അടയ്ക്കുന്നു. ക്ഷേമനിധി ബോർഡിൽ അടയ്ക്കുന്ന പണം പിന്നീട് തൊഴിലാളികൾക്ക് കൂലിയായിട്ട് കിട്ടുന്നു. ഇനി ഈ കോൺട്രാക്ടർമാർ ക്ഷേമനിധി ബോർഡിൽ പണം അടയ്ക്കാൻ വൈകിയാൽ അവർ പലിശ കൊടുക്കണം. ആ പലിശ യഥാസമയം കൊടുത്തില്ലെങ്കിൽ പിന്നെ പിഴപ്പലിശ കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ കോൺട്രാക്ടർമാർ വൻ തുകയാണ് ഈ ക്ഷേമനിധി ബോർഡിലേക്ക് ഇത്തരത്തിൽ തൊഴിലാളികളുടെ കൂലിയായിട്ട് അടയ്ക്കാനുള്ളത്. അവർ അതിൻ്റെ പലിശ കൊടുക്കണം, അതിൻ്റെ പിഴപ്പലിശയും കൊടുക്കണം. അപ്പോൾ ആ ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു. കാരണം ഞങ്ങൾക്ക് പൈസ സർക്കാർ തരാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് പണം അടയ്ക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ കൂലി കൊടുക്കുന്നില്ല, ഞങ്ങൾ തൊഴിലാളികളുടെ കണക്കും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തരാം, അവരെത്രമാത്രം ജോലി എന്നുള്ള കണക്ക് തരാം, അതിനുള്ള കാശ് സപ്ലൈകോ തന്നെ നേരിട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലോട്ട് അടച്ചാൽ മതി, ഇത് ഞങ്ങളെ ഏൽപ്പിക്കേണ്ട. കാരണം ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങളിത് പണം അടയ്ക്കണം, അടച്ചാലും ഞങ്ങൾ പലിശയും പിഴപ്പലിശയും അടയ്ക്കേണ്ടി വരുന്നു. അതുകൊണ്ട് അത് വേണ്ട, നിങ്ങൾ തന്നെ, സർക്കാർ തന്നെ, സപ്ലൈകോ തന്നെ നേരിട്ട് ക്ഷേമനിധി ബോർഡിലേക്ക് തൊഴിലാളികളുടെ കൂലി അടച്ചാൽ മതി. അത് സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറാമെന്ന് പറഞ്ഞു. മന്ത്രി അത് സമ്മതിച്ചിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. അത് പരിഗണിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് സമ്മതിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കോൺട്രാക്ട് അസോസിയേഷന്മാർ, അതിൻ്റെ നേതാക്കന്മാർ പറയുന്നത്. അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി സമരമായിട്ട് മുന്നോട്ട് പോകില്ല, ഞങ്ങൾ സമരം തൽക്കാലം നിർത്തിവെക്കുന്നു, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടിശ്ശിക തരാൻ കഴിയുന്നില്ല, 90% തരാമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞിട്ട്. ഗവൺമെന്റ് വാക്ക് വിശ്വസിക്കുന്നു, സപ്ലൈകോ മന്ത്രിയുടെ വാക്കും വിശ്വസിക്കുന്നു. 40 കോടിയോളം തുകയിൽ 90% കിട്ടിയില്ലെങ്കിൽ പിന്നീട് ഞങ്ങളുടെ തീരുമാനം എന്തായിരിക്കുമെന്നത് വളരെ കർശനമായ തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ നേതാക്കന്മാർ പറയുന്നത്. എന്തായാലും മന്ത്രിയും
സർക്കാരും തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുന്നു. ഈ ക്രിസ്മസ് കാലത്ത് റേഷൻ കടകൾ അടച്ചിട്ട സർക്കാർ എന്ന പഴി കേൾക്കാതെ തൽക്കാലം തടി ഊരിയിരിക്കുന്നു.